ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനലിൽ നമ്മൾ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഒരു ഫുൾ ടൈം ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള IT ജോബ്സ്, അതുപോലെ തന്നെ ബാങ്കിങ് ജോബ്സ്, ഗവൺമെൻറ് ജോബ്സ്, അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റ് വാക്കൻസീസിൻ്റെ വീഡിയോസാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും വീഡിയോസ് വരാറ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഓയിലിൽ വന്നിരിക്കുന്ന 1007 വാക്കൻസീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാതും തന്നെ അപ്രൻറ്റിസ് വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്ത ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയച്ചാൽ മാത്രം മതി. അതല്ലാതെ എക്സാമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ITI, ഡിപ്ലോമ ഇതൊക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. പലതരത്തിലുള്ള കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വാക്കൻസീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും മറ്റുള്ള ഡീറ്റെയിൽസും വീഡിയോയിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ ഒരു വാക്കൻസി വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിലെ അപ്രൻറ്റിസ് വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ITI, ഡിപ്ലോമ, ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 1770 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അവിടെ ഇല്ല, പലതരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു വാക്കൻസീസ് വന്നിരിക്കുന്നത്. ഗുവാഹട്ടി, അതുപോലെ തന്നെ ബറൗനി, മധുര, പാനിപ്പത്ത്, പാരദ്വീപ്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് വാക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതാത് സ്ഥലം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ട്രേഡ് അപ്രൻറ്റിസ് ഒഴിവ് 897, അതുപോലെ തന്നെ ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഒഴിവ് 873 വാക്കൻസീസാണ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് 1 വർഷമായിരിക്കും പരിശീലനവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ട്രേഡ് അപ്രൻറ്റീസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് അറ്റൻഡ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഫിറ്റർ, ബോയിലർ, സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ്, അക്കൗണ്ടൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫ്രഷറുണ്ട്, സ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒഴിവുകളുണ്ട്. ഇനി ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിലുള്ള 3 വർഷത്തെ ബിരുദം, അതല്ലെങ്കിൽ 2 വർഷത്തെ ITI, അല്ലെങ്കിൽ +2 ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതല്ലാതെ ഗ്രാജുവേഷൻ തന്നെ മസ്റ്റ് ആണെന്നൊന്നുമില്ല. ITI, ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ട്രേഡ് അപ്രൻറ്റിസ് വാക്കൻസീസിലെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണെങ്കിൽ 873 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തത്തെ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് കെമിക്കൽ, പെട്രോ കെമിക്കൽ, കെമിക്കൽ ടെക്നോളജി, റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഏതിലെങ്കിൽ നിന്ന് ഗ്രാജുവേഷനോ അതല്ലെങ്കിൽ ITI, ഡിപ്ലോമയോ കഴിഞ്ഞവരായിരിക്കണം. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിലിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ അകത്ത് താഴെ അപ്രൻറ്റിസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഫുൾ നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അവിടെ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡിൽ ഓരോ പ്ലേസ് അനുസരിച്ചിട്ടായിരിക്കും ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാത് പ്ലേസിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ അപ്രൻറ്റിസ് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നവർക്കറിയാം, ഇതിന് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇതുപോലത്തെ അപ്രൻറ്റിസ് ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം, ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് പോർട്ടലിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം ഇന്ത്യൻ ഓയിലിൽ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ITI യോഗ്യതയുള്ളവരാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന https apprenticeshipindia.gov.in എന്ന് പറഞ്ഞ പോർട്ടലിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. കാരണം ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ ആവശ്യമുണ്ട്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഓയിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ജൂൺ 9 ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് തന്നെ വായിച്ച് നോക്കാം. ഇതിന് വേണ്ട ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് നമുക്ക്
പറ്റത്തുള്ളൂ. അതിനുള്ളിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഡിഗ്രിയാണോ പഠിച്ചിരിക്കുന്നത് അതിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ നെയിംസ് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അവർക്ക് 1 വർഷത്തെ ട്രെയിനിങ് പോലെ നമുക്ക് സ്റ്റൈഫൻഡോട് കൂടി ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സർട്ടിഫിക്കേഷന് നല്ല വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.